ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കിട്ടുവിനെ കുളിപ്പിക്കുന്ന ഒരു വ്ളോഗായിട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ കിട്ടു എന്ന് വെച്ചാൽ ഇവളുടെ ടെഡി ബിയർ ആട്ടോ ഗൈസ്. ഇപ്പോൾ ഇതൊരു 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ടെഡി ബിയറാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിനെ കുളിപ്പിക്കാൻ പോകട്ടോ ഗൈസ്. അപ്പോൾ ഇത് മൊത്തം പൊളിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇത് കുറേ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ഞിയെല്ലാം പുറത്തെടുത്തിരുന്നത്. അപ്പം ഈ പഞ്ഞി മൊത്തം പുറത്തിട്ടിട്ട് ഇതിനെ കുളിപ്പിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അപ്പം നമുക്ക് വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ടെഡി ബിയറിൻ്റെ അകത്തെ പഞ്ഞി മൊത്തം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പട്ടിണി പാവത്തെ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കുളിപ്പിക്കാൻ പോകട്ടോ ഗൈസ്. നമ്മൾ സോപ്പ് പൊടി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കുളിപ്പിക്കാൻ പോവാം. നമ്മളിതിനെ ബക്കറ്റിലോട്ട് ഇടാൻ പോവാണ്. ബക്കറ്റ് നല്ലോണം മുക്കിയിട്ട് പൈപ്പ് ഓൺ ചെയ്തു. ഇതിന് നല്ലോണം മുക്കി വെക്കണം കേട്ടോ ഗൈസ്. സോപ്പ് പൊടി ഇട്ട് അത്യാവശ്യം നല്ലോണം സോപ്പ് പൊടി ഇടണം ഗൈസ്. ഇങ്ങനെ കുത്തി തിരുമ്മി കഴുകണം, എന്നാലാണ് അതിൻ്റെ അകത്ത് ചെളിയൊക്കെ നല്ലോണം പോകത്തുള്ളൂ. അപ്പം അത് അത്രത്തോളം ഇഷ്ടമുള്ളൊരു പാവക്കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കളയാണ്ട് പിന്നെ ഇതിനെ കുളിപ്പിച്ചെടുക്കുന്നത്. വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ഗൈസ് അതിനകത്ത് എന്തോരം ചെളി ഉണ്ടായിരുന്നത്. പിന്നെ നല്ലോണം കുളിപ്പിക്കണം ഗൈസ്. 10 മിനിറ്റായിട്ട് നമ്മളിത് കിട്ടുവിന് പുറത്തെടുത്തിട്ടുണ്ട്. ചത്ത് ഗൈസ്. തല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിന് നല്ലോണം ഇപ്പം തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചെളി മൊത്തം കളയാൻ വേണ്ടിയിട്ട്. നമ്മളിതിനെ കഴുകാൻ വെള്ളത്തിലോട്ട് മുക്കുവാണ്. ഇതിന് ഭയങ്കര വെയിറ്റ് കൂടിയിട്ടുണ്ട്. നമ്മളിത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി സെക്കൻഡ് റൗണ്ട് കഴുകുന്നുണ്ടോടി? സെക്കൻഡ് റൗണ്ട് കഴുകുന്നുണ്ടോ? പിന്നെ ഇനി കുറേ റൗണ്ട് കഴുകാറുണ്ട്. ഇത് 1000ത്തെ റൗണ്ടിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് റൗണ്ട് കഴുകാൻ പോവാണ്. അപ്പോൾ ഇത് സോപ്പ് വെള്ളമാട്ടോ ഒഴിക്കുന്നത്. സോപ്പ് പൊടി കലക്കിയിട്ട് സെക്കൻഡ് റൗണ്ട് മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ഗൈസ്. സെക്കൻഡ് റൗണ്ട് കഴുകി നമ്മൾ വെള്ളത്തിലോട്ട് മുക്കാൻ പോവാണ്. ഇവിടെ മൊത്തം പതയാട്ടോ ഗൈസ്. നമ്മൾ വെള്ളത്തിലോട്ട് കിട്ടുവിനെ മുക്കി. നമ്മുടെ ലാസ്റ്റ് റൗണ്ടാട്ടോ ഗൈസ്. ഇത് നല്ലോണം കാണുമ്പോൾ തന്നെ അറിയാം നേരത്തെ രൂപത്തിൽ നിന്ന് നല്ലോണം വൃത്തിയായിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഇതിനെ ഉണക്കാൻ വെക്കാം. നമ്മൾ കിട്ടുവിനെ കൊണ്ട് ഉണക്കാൻ പോവാണ്. അപ്പം ഇതിനെ ടെറസിലിട്ടാട്ടോ ഉണക്കുന്നത്. നമ്മളിതിനെ ഇവിടെ വിരിച്ചിട്ടിട്ട് പോവാണ് ഗൈസ്. ഇപ്പം ഇവിടെ വെയിലില്ല, കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരുമെന്നാണ് പ്രതീക്ഷ. അപ്പം നമുക്ക് നാളെ ഇതിനെ പുറത്തെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം രാത്രി കിട്ടും ഇവിടെ ആയിട്ട് ഉറങ്ങുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ടെഡി ബിയറിൻ്റെ 24 മണിക്കൂർ കഴിഞ്ഞ് ടെഡി ബിയറിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പഞ്ഞി നിറയ്ക്കാൻ പോകട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിതോ ഇതിനെ പഴയതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ഇവിടെ കുറച്ചിങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കാണാവുന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഫ്ലഫി ആയിട്ട് നല്ലോണം ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്.